ചക്ക വെച്ചിട്ട് നല്ല കിടിലൻ ഐറ്റം തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇത് നമ്മൾ ചക്കച്ചോളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുരിയൊക്കെ കളഞ്ഞു മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിത് ഓരോ ചോളി 4 പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പഴുത്ത് നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി ഇത് നമ്മൾ മറ്റൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. പിന്നെ അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ എത്രത്തോളം ചക്ക എടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പൊടികൾ കൂടുതലോ കുറവോ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത ചക്കക്കനുസരിച്ചാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് മൈദപ്പൊടിയും 1/2 കപ്പ് റവ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മധുരത്തിലുള്ള സ്നാക്സ് ആയതുകൊണ്ട് തന്നെ ഒരു പിഞ്ച് ഉപ്പ് ചേർത്തിയാൽ മതി. മധുരം ബാലൻസ് ചെയ്യാൻ മാത്രമുള്ളത്. പിന്നെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളെടുത്തിട്ടുള്ള പൊടിക്കുള്ള ആ ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് എടുക്കട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ അത് മിക്സാക്കി എടുക്കുക. സ്നാക്സിന് ചെറിയൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 1/4 ടീസ്പൂണിന് കുറവായിട്ടാട്ടോ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലൊരു ബാറ്ററാക്കി എടുക്കാം. അപ്പോൾ നമ്മളിതിലോട്ട് ഇളം ചൂടുള്ള വെള്ളമാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മളിതിലോട്ട് ഈസ്റ്റ് ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നമുക്കിതിലോട്ട് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ ദോശമാവിനെക്കാട്ടിലും കുറച്ചും കൂടെ ടൈറ്റായിട്ടുള്ളൊരു ബാറ്ററാട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിതിലോട്ട് ആകെ 1/2 കപ്പ് വെള്ളമാട്ടോ ആവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് സമയം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ റവ ഒക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ റവ ഒക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ മാവ് ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കൊന്നും വേണ്ട. ഈ ഒരു ടൈറ്റിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതാ എണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതാ ഫ്രൈ ആക്കാനായിട്ട് ഒരു ചക്കച്ചോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ബാറ്ററിലോട്ടൊന്ന് മുക്കിയെടുക്കാം. അപ്പോൾ മാവ് കുറച്ച് ടൈറ്റ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുറച്ച് ടൈറ്റായിട്ട് വേണം മാവ് എന്ന് പറയാൻ കാരണം. എന്നിട്ട് നേരെ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അത് 2 ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ.